എന്താ ഡാഡി നോക്കിക്കേ, ഭംഗിയുണ്ടോന്ന്? മോൻ എങ്ങനെ വെച്ചാലും ഭംഗിയല്ലേ? ഹലോ ആന്റി, ഇത് കണ്ടോ? എന്റെ ഡാഡിയാ. കണ്ടു. ആന്റി, ഇതിനൊത്തിരി കാശാവോ? എന്റെ ഡാഡിയാ. അതെയോ? ആന്റി, ഇന്നലെ ഡാഡി അയാളെ പൊക്കി തഴയത് കണ്ടില്ലേ? കണ്ടു. എന്റെ ഡാഡി ജയിച്ചത്. എല്ലാ ഡാഡി, എന്റെ ഡാഡിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ആ ആന്റി എന്തിനാ വന്ന? ഫൗളിനാണോ? ഇപ്പൊ വില കൂടി, പഴയ റേറ്റ് ഒന്നല്ല. വില കൊടുക്കാനും ആന്റി ഒരുക്കമാണ്. ഇന്നലെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ അഭിനന്ദനം നേരിട്ട് അറിയിക്കാൻ വന്നതാണ്. സ്വീകരിക്കുന്നു. എനിക്ക് കിട്ടിയ വില കൂടിയ സമ്മാനമാണ്. താങ്ക് യു. താങ്ക് യു ആന്റി, പോട്ടെ. ബൈ. ഞാൻ ഇന്നലെയാണ് ബോംബെയിൽ നിന്ന് എത്തിയത്. അടുത്ത ആഴ്ച ബഹ്റിന് പോണം. അതിനുള്ളിൽ ഉറപ്പിച്ചു വെച്ചേക്കാം. വിവാഹം ഞാൻ തിരിച്ചു കൊണ്ടിട്ടാണ്. ഇവര് തമ്മിൽ അടുപ്പത്തിലാണെന്ന് പ്രകാശ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചടങ്ങിന്റെ ആവശ്യമില്ല. പോരെങ്കിൽ തമ്പിച്ചേട്ടൻ വാക്ക് പറഞ്ഞിരിക്കുകയല്ലേ? ആണല്ലോ. മഞ്ജു. ഹലോ പ്രകാശ്. മഞ്ജു തന്റെ ചേട്ടനും അളിയനുമാണ്. ഹലോ. ഹലോ. ആ, നിങ്ങൾ രണ്ടുപേരെയും കല്യാണക്കാരെ ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നത്. ഡാഡി, ജസ്റ്റ് മിനിറ്റ്. എക്സ്ക്യൂസ് മീ. എന്താ മോളെ? ഡാഡി, എന്താണ് അവർ പറഞ്ഞത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. പ്രകാശ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും. അത് ഉറപ്പിക്കാനാണ് അവർ വന്നത്. എനിക്കിഷ്ടമല്ല. ഞാനവർക്ക് വാക്ക് കൊടുത്തു പോയി മോളെ. ഈ കാര്യത്തിൽ എന്റെ സ്വാതന്ത്ര്യമല്ലേ ഡാഡി വലുത്? അറിയാഞ്ഞിട്ടല്ല. എങ്കിലും പ്രകാശം എന്താണ് ഒരു കുറവ്? പോരെങ്കിൽ ഒരു വകയാണ് മുറച്ചെടുക്കണമല്ലേ? ഒരാളുമൊത്ത് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത്രയും കാലം പത്മനാഭൻ തമ്പി പടുത്തുയർത്ത അഭിമാനത്തിന്റെ അടിത്തറ നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയരുത്. നീ ഒന്നുകൂടി ആലോചിക്കും. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. ഞാനെങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? സമാധാനം ഞാൻ പറഞ്ഞേക്കാം. പ്രകാശ്, പ്ലീസ് 1 മിനിറ്റ്. എന്താ മഞ്ജു? സോറി പ്രകാശ്, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. യു മിസ്അണ്ടർസ്റ്റുഡ് മീ. ചുരുക്കത്തിൽ മഞ്ജുവിന് എന്നെ ഇഷ്ടമല്ല. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. വലിയേട്ടാ പോവാം. എന്താ? എന്ത് പറ്റി പ്രകാശ്? നമുക്ക് പോവാം. കാര്യം പറയൂ പ്രകാശ്. അവർക്ക് വിവാഹത്തിന് ഇഷ്ടമല്ല. മിസ്റ്റർ തമ്പി, മാന്യന്മാർ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. മാന്യന്മാർ. തൃപ്തിയായോ? എന്റെ മുഖത്ത് കരിവാരി തേച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. എന്നെ മനസ്സിലാക്കാതെയാണ് ഡാഡി സംസാരിക്കുന്നത്. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ മോളെ. നീ പിറന്നു വീണപ്പോ കരഞ്ഞ കരച്ചിൽ മുതൽ ഇപ്പൊ ഡാഡിയെ നിഷേധിച്ച് സംസാരിക്കുന്നവരെയുള്ള നിന്റെ എല്ലാ ശബ്ദങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഈ ഡാഡിയാണ്. എന്റെ ഈ കൈകളിൽ കിടന്ന് ഡാഡിയുടെ കരണത്തടിച്ചടി മുതൽ ഇപ്പൊ എന്റെ ഹൃദയത്തിൽ അടിച്ചടി വരെയുള്ള നിന്റെ എല്ലാ ചലനങ്ങളും അറിഞ്ഞിട്ടുള്ളത് നിന്റെ ഈ ഡാഡി മാത്രമാണ്. എന്റെ മോക്ക് ഡാഡിയും മമ്മിയും ഫ്രണ്ടും എല്ലാം ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് നീ പറയുന്നു ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാമോ? നീ സ്നേഹിക്കുന്ന ആരെയാണ്?
ഡാഡി, ഈ നിമിഷം വരെ നിന്റെ ഡാഡിയോട് നീ ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ടെങ്കിൽ പറയും. നീ ഭർത്താവായി മറ്റൊരാളെ സങ്കല്പിച്ചു കഴിഞ്ഞു. അതെനിക്കറിയാം. അതാരാണെന്ന് പറയൂ. ഡാഡിയുടെ ഊഹം ശരിയാണ്. ഞാൻ ജയനെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ ആണുങ്ങളില്ലാതെ പോയോ എന്റെ മകൾക്കൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ? കൂലിത്തല്ലുകാരനായ തെരുവുകണ്ടിയാണോ അവസാനം കണ്ടെത്തിയത്? ഡാഡി, കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. ഇന്ന് വരെ നിന്റെ ഇഷ്ടത്തിന് ഡാഡി എതിരെ നിന്നിട്ടില്ല. പക്ഷെ ഇത് കൂടെ കടന്നുപോയി വളരെ. ഡാഡിക്ക് എത്രത്തോളം താഴെ ഇറങ്ങാനും മടിയില്ല. പക്ഷേ ചളിക്കുണ്ടിലിറങ്ങാൻ വിഷമമുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അഥവാ ആണെങ്കിൽ പോലും അതെന്റെ ഇഷ്ടമാണ്. അവളെ ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ. പക്ഷേ ഇവിടെ ഒന്നും ജീവിക്കാനാവില്ല. ഈ സ്വത്ത് മുഴുവൻ നിന്റേതാണ്. ഡാഡി എവിടെയെങ്കിലും. വേണ്ട ഡാഡി, അദ്ദേഹത്തിനും ഒരു വീടുണ്ട്, കൊട്ടാരമില്ല, കുടിൽ. എനിക്കത് സ്വർഗമായിരിക്കും. ഇത് നരകമാണെന്ന് നിനക്ക് തോന്നുമെങ്കിൽ എന്റെ മോൾ ഒരു നിമിഷം പോലും നരകത്തിൽ കിടക്കുന്ന എനിക്ക് സഹിക്കാനാവില്ല. അർത്ഥം മനസ്സിലായി. ഞാൻ ഇറങ്ങുന്നു. ശരി. പീറ്ററെ 10 പീറ്ററെ. 10 ഞാൻ 10 രണ്ടല്ലേ വാങ്ങാൻ വീട്ടാണ്. 10 കാശെടുക്കാൻ പോകല്ലേ? ആശോ, എന്താ മഞ്ജു? ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സമ്മതിക്കുമെങ്കിൽ ജയന്റെ ഭാര്യയായിട്ട്. എന്താ മഞ്ജു തമാശ പറയാണോ? എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന്റെ പേരിൽ ഞാൻ ജയനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡാഡിയോട് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതുകൊണ്ട് പെട്ടെന്നിപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അനുവാദം ചോദിക്കാത്തതിന് മാപ്പ്. പണവും പദവിയും പ്രതാപവും ഒന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല. സമ്മതമില്ലെങ്കിൽ പോലും എനിക്ക് വിരോധമില്ല. പക്ഷേ മഞ്ജു എന്ന ചാപ്റ്റർ ഇതോടെ അവസാനിക്കുന്നു. മഞ്ജു, ഞാൻ ഒരു എടുത്തുചാട്ടക്കാരിയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ്. പക്ഷെ മഞ്ജു, ഞാൻ വേറൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാനുള്ളത് എന്റെ മകനെ പറ്റി മാത്രമേ ഉള്ളൂ. പ്രസവത്തോടെ ഇവന്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് വേണമായിരുന്നെങ്കിൽ വേറൊരു വിവാഹം ഇതിനു മുമ്പാകാമായിരുന്നു. ഇവന്റെ അമ്മയല്ലാത്തൊരു സ്ത്രീ ഇവനെ വേദനിപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. എന്റെ ജീവനാണ് ഇവൻ. ഞാൻ ജീവിക്കുന്ന പോലും ഇവന് വേണ്ടിയാണ്. ഇവനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ഞാൻ ഒരുക്കമാണെങ്കിലോ? എനിക്ക് എന്താ പറയേണ്ടെന്നറിയില്ല. എങ്കിൽ പിന്നെ മോൻ തീരുമാനിക്കട്ടെ. മോനെ മോനെ, ഈ ആന്റി ഇഷ്ടമാണോ? ഇഷ്ടാണ്. അങ്ങനെ വെറുതെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ആന്റി മോന്റെ അമ്മയായി ഈ വീട്ടിൽ താമസിക്കുന്ന മോൻ ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. നല്ല കരണ്ടോ? മഞ്ജു, അകത്തേക്ക് പോ. ചെല്ലു പെങ്ങളെ.
പീറ്ററെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ബന്ധം കൊണ്ട് നിന്റെയും മോന്റെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആന്റി, ഞാനും ഡാഡി പീറ്റമ്മയും കൂടിയേ ഇന്ന് എന്തൊക്കെ പരിപാടി ഇട്ടുണ്ടെന്ന് അറിയാമോ? മ്യൂസിയം, സൂ, ബീച്ച്, ഇവിടെയൊക്കെ ആന്റീനെ കൂട്ടി പോവാ. ഞാൻ പറഞ്ഞിട്ടാ ആന്റി ഡാഡി സമ്മതിച്ചത്. അതെ. പിന്നെ മോനെ, എന്താ ആന്റി? മോന്റെ മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചു പോയില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. ഇല്ലേ? പിന്നെ ഇവിടെ മോൻ എന്റെ മുഖത്തേക്ക് നോക്കിയേ. മോന്റെ മമ്മിയാണ് ഞാൻ. വിളിക്ക് മോനെ, മമ്മീന്ന് വിളിക്ക്. മോന്റെ മമ്മീന്ന് വിളിക്ക്. മമ്മി. ഭാഗ്യവാനാടാ. എന്ത് പറ്റി? പണ്ടാരടക്കം എന്റെ സ്റ്റെല്ലക്കുട്ടിയുടെ തള്ളൊന്നും ചാവുന്നും കൂടി ഇല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തല്ലി കൊല്ലാൻ പറ്റുമോ? അതുമില്ലേ. ഡാഡി, എനിക്കെന്റെ മമ്മിയെ കിട്ടിയല്ലോ. എവിടെ? ദേ. സംഗതി അച്ഛനാ, ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവാല്ലേ? എങ്ങോട്ട്? മറന്നോ? സൂ, ബീച്ച്, സിനിമ. പീറ്ററെ, മോൻ പറഞ്ഞായിട്ടില്ലേ? ആ പറഞ്ഞോട്ട് പോയി കളയാം. നീ വന്നേ. പീറ്ററെ, എടാ വീര, അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ട്, ഡേ മതിയല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. മോനെ, ബിജുമോനെ, അങ്കിളിന്റെ മോനെ, പൊന്നുമോനെ, എവിടെ നോക്കും മോനെ? ഡാഡിക്ക് ഭയങ്കര തലവേദന. ആണോ ഡാഡി? അതേ മോനെ. അങ്കിളിനും മോനും കൂടി സൂ, സിനിമ ഇതെല്ലാം കാണാൻ പോവാ. എന്നാ മമ്മിയും കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ? ഡാഡിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്ക. ഇവിടെ ഒരാള് വേണ്ടേ? അത് വേണം. അതാ പറഞ്ഞത്. അപ്പൊ അങ്കിളും മോനും കൂടി പോവാ. നീ മോനെ കൊണ്ടുപോയി. പിന്നെ വെറുതെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇത് അവിടെ വെച്ചോ. അപ്പൊ നമുക്ക് പോവാൻ മോനെ, ബിജുമോനെ. പിന്നെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എന്നാലും ഒരു കാര്യം ചെയ്യാം, 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഏയ്